ആക്രമണങ്ങളെ അപലപിച്ചിരിക്കുകയാണ് ഉത്തര കൊറിയ. ഇറാന്റെ പരമാധികാരത്തിലേക്കുള്ള നിയമവിരുദ്ധ കടന്നുകയറ്റമാണ് നടന്നത്. അമേരിക്കയുടെ ഗുണ്ടായിസം പ്രതീക്ഷിച്ചിരുന്നതാണെന്നും ഉത്തര കൊറിയ പ്രസ്താവനയിൽ അറിയിച്ചു. അഖില CP ആണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അഖില, നേരത്തെ രുചീഷ് റിപ്പോർട്ട് ചെയ്തിരുന്നു റഷ്യയുടെ നിലപാട്. അപ്പോൾ തന്നെ രുചീഷ് പറഞ്ഞതാണ് ഉത്തര കൊറിയയും റഷ്യയുമാണ് ഇത്തരത്തിൽ കൃത്യമായി അമേരിക്കയ്ക്കെതിരെ നിലകൊള്ളുന്ന രണ്ട് രാഷ്ട്രങ്ങൾ എന്നുള്ളത്. വൈകാതെ തന്നെ ഉത്തര കൊറിയയും അവരുടെ നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് അവർ ഇക്കാര്യത്തിൽ പറയുന്നത്? സ്വാതി, ഇപ്പോൾ ഉത്തര കൊറിയ വിദേശകാര്യ മന്ത്രാലയമാണ് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഇറാനിലേക്ക് നടത്തിയ ആക്രമണം നിയമവിരുദ്ധമാണ്. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ആക്രമണം ഒരിക്കലും അംഗീകരിക്കാനാകില്ല. എത്രയും പെട്ടെന്ന് ഇത്തരത്തിൽ അമേരിക്കയും ഇസ്രയേലും പിന്മാറണം എന്നുള്ളൊരു കാര്യമാണ് ഉത്തര കൊറിയ വ്യക്തമാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ റഷ്യയും ഇതിനോടൊപ്പം തന്നെ ഇറാനൊപ്പം പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. അപ്പോൾ ഉത്തര കൊറിയ വലിയ രീതിയിലുള്ളൊരു നിലപാടാണ് വ്യക്തമാക്കുന്നത്. റഷ്യ ഇത്തരത്തിൽ ഇറാനൊപ്പമാണ് എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ തരത്തിലുള്ള ആണവ ഈ പറഞ്ഞതുപോലെ നേരത്തെ UN സുരക്ഷാ കൗൺസിലിലും റഷ്യ നേരത്തെ നിലപാട് വ്യക്തമാക്കിയിരുന്നതാണ്. അതായത് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിനുള്ള കടന്നുകയറ്റം ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ആണവ നിലയങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണം നടത്തുന്നത് വിനാശകരമായിട്ടുള്ള ഫലങ്ങൾ ഓർമ്മിപ്പിക്കും, അല്ലെങ്കിൽ അത് വിനാശകരമായ ഫലങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടിയാണ് റഷ്യ ഓർമ്മിപ്പിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയെയും ഇസ്രയേലിനെയും പിന്തുണയ്ക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട് വഞ്ചനാപരമായ നിലപാടാണ് എന്നും റഷ്യ അപലപിച്ചിരുന്നു. അത്തരത്തിൽ അതേ സമാനമായ നിലപാടാണ് ഇപ്പോൾ ഉത്തര കൊറിയയും വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറാനുള്ള അധികാരം ഒരു രാജ്യത്തിനും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉത്തര കൊറിയ വ്യക്തമാക്കിയിരിക്കുന്നത്. നയതന്ത്ര ചർച്ചകൾ നടക്കുന്നതിനിടെ, അതായത് നമുക്കറിയാം ജനീവയിൽ ഇത്തരത്തിൽ ചർച്ചകളൊക്കെ പുരോഗമിച്ച് വെറും 2 ദിവസത്തിന് ശേഷമാണ് ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഇറാനിൽ ആക്രമണം നടത്തുന്നത്. അതിനിടയിൽ നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഉണ്ടായ ഒരു ആക്രമണം വഞ്ചനാപരമാണ് എന്നുള്ളൊരു നിലപാടിലായിരുന്നു റഷ്യ. അതേ നിലപാട് തന്നെയാണ് സ്വാതി ഇപ്പോൾ ഉത്തര കൊറിയയും വ്യക്തമാക്കിയിരുന്നത്. ഇറാനൊപ്പമാണ് എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഉത്തര കൊറിയയും അറിയിച്ചിരിക്കുന്നത്. സ്വാതി. ശരി അഖില, ഉത്തര കൊറിയയും അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാനൊപ്പം എന്നുള്ളത്. റഷ്യ നേരത്തെ തന്നെ പുടിൻ ഇക്കാര്യത്തിൽ പറഞ്ഞിരുന്നു ഇറാനൊപ്പമാണ് എന്നുള്ളത്. നിർണായകമായിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ ഈ ഒരു സമയത്ത് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള പ്രധാന വിവരങ്ങൾ എന്ന് പറയുന്നത് ഗൾഫ്